ചേട്ടാ ഇത് നല്ല വലിയ പശു കേട്ടാ, നല്ല വലിയ പശുവാ, 30 ലിറ്റർ കിട്ടുന്ന ടൈപ്പാ. നല്ല വലിയ അകിട് നോക്കിയോ, നല്ല രണ്ടാം പേര് പശു, രണ്ടാം പേര് தான். 30 ലിറ്റർ ഗ്യാരണ്ടിയാണ് കിട്ടുന്ന ടൈപ്പാ. ഇതേതിന് പശു വാങ്ങിയ ആൾക്കാർക്ക് അറിയാം, നല്ല ക്വാളിറ്റിയുള്ള പശുക്കൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. അത് ഇവിടെ നേരിട്ട് വന്നില്ലെങ്കിൽ പോലും വീഡിയോ കോളിൽ അവരെല്ലാം അല്ലേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണാം, എത്ര ലിറ്റർ കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയ ശേഷം ആ പശുവിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണെങ്കിലും അവിടേക്ക് പശുവിനെ അയച്ചു തരുന്നതാണ്. നല്ല കാമ്പ് നീളമുണ്ട്, കാമ്പ് വിലാസമുണ്ട്, നല്ല മടി സെട്ടുണ്ട്, പാൽ നരമ്പ് കൊണ്ട് പാൽ നരമ്പുണ്ട്, കാമ്പിലെ മച്ചമുണ്ട്. അങ്ങനെ വലിയ പശുവാണ്. നമ്മുടെ അടുത്ത് ഒരു 15 തൊട്ട് 20, 25, 30 ലിറ്റർ വരയ്ക്കെല്ലാം നമ്മൾ കേരളത്തിൽ ഒരുപാട് ബൈക്കിലുണ്ട്. നിങ്ങൾ ഫാമിക്ക് ഇതുപോലെ ഹൈടെക് പശു ഇല്ല വലിയ പശു വേണമെങ്കിൽ നമ്മൾ എല്ലാമേ സെറ്റാക്കി കൊടുക്കും. നമസ്കാരം, അരുൺ മഹേന്ദ്രനാണ്. കൃഷി മിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ കണ്ടില്ലേ, നല്ല ക്വാളിറ്റിയുള്ള വലിയ പശുക്കളാണ് ഇത് ഇവിടെ കാണുന്നത്. ഞാനെന്നുള്ളത് പൊള്ളാച്ചിയിലാണ്. വിലക്കുറവിൽ പശുക്കളെ വാങ്ങാൻ സഹായിക്കുന്ന ഒരാളെയാണ് ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പശു വാങ്ങുമ്പോഴേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ എങ്ങനെ നമുക്ക് ക്വാളിറ്റിയുള്ള പശുക്കളെ വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ? ഒന്ന് പരിചയപ്പെടുത്താമോ? നമസ്കാരം ഏട്ടാ. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് മണിയണ്ണ. നമ്മൾ ഇരിക്കുന്ന സ്ഥലം പൊള്ളാച്ചിയാണ്. നമ്മളിപ്പോൾ വന്ന് ഉടമലപ്പട സൈഡ് വന്നിട്ടുള്ളൂ. നമ്മൾ പശുവിൻ്റെ പരിപാടിയാണ്. സ്ഥിരമായിട്ട് കസ്റ്റമർക്ക് വന്ന് നമ്മൾ പശുക്കളെ എടുത്ത് കൊടുക്കുന്നത്, പശു അവിടെ എത്തിക്കുന്നത്, എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട്. പശുക്കളും പറഞ്ഞാൽ കറവമാട്, ചെനമാട്, ഈ വളർത്തുന്ന പരിപാടി എല്ലാമേ നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട്. അതെ, നമ്മൾ ഇതിലൊരു 10-11 കൊല്ലമായി ഇതിൽ വന്നിട്ട്, ഈ ഫീൽഡ് വന്നിട്ട്. ഓക്കെ, ഞാൻ തുടക്കക്കാർ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് ഈ ഒരു ഫീൽഡിൽ വരുന്ന ആള് നല്ലൊരു പശുവിനെ, ക്വാളിറ്റിയുള്ള ഒരു പശുവിനെ എടുക്കണം, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ചേട്ടാ, അവിടെ നിന്ന് വിളിച്ചിട്ട് പശു മണിയുണ്ടോ, എത്ര പൈക്കലുണ്ട്, വന്ന് നോക്കിയാൽ പ്രസവിച്ച പശു ഉണ്ടാകുമ്പോൾ, ചെന പശു ഉണ്ടാകുമ്പോൾ അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ട് ഒരു എൻക്വയറി എടുത്തിട്ട് ഇവിടെ വന്നാൽ ഞാൻ മുൻകൂട്ടി പറയാം, ചേട്ടാ വന്നാൽ ഒരു ദിവസം 50-100 പശു നോക്കാം, അല്ല പ്രസവിച്ച പശു ഇത്ര ഉണ്ട്, ചെന ഉണ്ട്, എങ്ങനെ നോക്കിയിട്ട് പറഞ്ഞിട്ട് നേരിട്ട് ഒരു ദിവസം മുൻകൂട്ടിയെ വിളിച്ചിട്ട് വന്നാൽ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് പശു നോക്കിയെടുക്കണം. കർഷകർ, കൃഷി, ഈ കൃഷിയിൽ വളർത്തുന്ന ആൾ, പറമ്പുകളിൽ വളർത്തുന്ന ആൾ, ഈ ഫാം, അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. അതിൽ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പശുവാണ് ഞങ്ങൾ എടുത്തു കൊടുക്കും. അതിൽ കറക്കണ ബൈക്കിലുമുണ്ട്, ചെന ബൈക്കിലുമുണ്ട്. ഈ ചെന പശു പറഞ്ഞാൽ പ്രസവിക്കാൻ ഒരാഴ്ച, 10 ദിവസം, 15 ദിവസം അങ്ങനെ സ്റ്റേജുള്ള ബൈക്കിൽ എല്ലാം നോക്കി നിങ്ങൾക്ക് എടുത്തു കൊടുക്കും. എല്ലാം ഈ ലോണിൻ്റെ പരിപാടി, ഈ സബ്സിഡി, അങ്ങനെ ഒരുപാട് ആൾക്കാർ, കേരളത്തിൽ ഒരുപാട് ആൾക്കാർ പശു എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് വിളിച്ചാൽ മതി, മണീനെ വിളിച്ചാൽ ലോണിന്റെ കാര്യം ശരിയാക്കാം. എല്ലാ ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ചെക്ക് പോസ്റ്റ് ബില്ല്, വണ്ടിയുടെ കാര്യം എല്ലാമേ ഞങ്ങൾ നോക്കി എത്തിച്ചു കൊടുക്കും. ആദ്യം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ. അപ്പോൾ ലോൺ വഴി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സ്റ്റേറ്റ് മാറിയെന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, ബില്ല് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവർ തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ വഴി എടുക്കുന്നവർക്കും ഇവിടെ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള പശുക്കളെ നോക്കി എടുക്കാം. ഇനി എന്തുകൊണ്ട് പൊള്ളാച്ചിയിൽ നിന്ന് പശുക്കളെ എടുക്കണം, അതാണ് ഇനി അറിയേണ്ടത്. നമ്മുടെ പാലക്കാട്, ഇപ്പം ബോർഡറിൻ്റെ കാര്യം ചോദിക്കുകയാണ്. പാലക്കാട് നിന്ന് ഒരു പശു എടുക്കുന്നതും കുറച്ച് അകത്തോട്ട് വന്നിട്ട് പൊള്ളാച്ചിയിൽ നിന്ന് എടുക്കുന്നതിൽ എന്താ വ്യത്യാസം? ചേട്ടാ, നിങ്ങൾ കേരള ജില്ലയിലെ തമിഴ്നാട്ടിൽ നിന്ന് പൈക്കിൽ പോകുന്നുണ്ട്. കേരളത്തിലെ വളർന്ന പൈക്കിൽ ആരും കൊടുക്കണില്ല. കേരളത്തിലെ വളർന്ന് കച്ചവട ആൾക്കാർ മാത്രം കേരളത്തിലെ കൊടുക്കുന്നുണ്ട്. മറ്റേ ആൾക്കാർ വീടിന് വളർത്തുന്ന ആൾക്കാർ ആരും കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് വളർത്തി പകുതി കരവെള്ളം മേടിച്ച് വളർത്തി കുട്ടിയിൽ നിന്ന് വളർത്തി കൊടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. കർഷകർ, കൃഷി ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ മെയിനായിട്ട് തമിഴ്നാട് നിന്ന് കേരളത്തിൽ പൈക്കിൽ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് മേടിച്ച് വണ്ടിന്റെ വാടക, വലി ചെലവ്, പിന്നെ നിങ്ങളെന്താ എമൗണ്ട്, നിങ്ങൾ അതിൽ ഒരു ലാഭമില്ലാമ ആൾക്കാർ കൊടുക്കില്ല. മാക്സിമം വന്ന് കേരളത്തിൽ ആൾക്കാർ 2000-3000 കൂട്ടി തന്നെ കൊടുക്കും. ഇപ്പൊ വണ്ടിന്റെ വാറ ഇവിടുന്ന് ഒരു ജില്ല പാലക്കാട് ഉണ്ടെങ്കിൽ ഇവിടുന്ന് 4500 രൂപയായി, 4000-5000 ആയി. ഒരു 3 പശു ഉണ്ടെങ്കിൽ ഒരു പശുവിന്റെ മേലെ 2000 രൂപ കൂടി, പിന്നെ വലിച്ചെലവ് കൂടി, പിന്നെ ആളിന്റെ പൈസ, പിന്നെ ഒരാഴ്ച നിന്ന തീറ്റ ചെലവ്, ഇത്രയും കൂട്ടി കൊടുക്കണം. ഒരു പശുവിന്റെ മേലെ 5000-10,000 കൂടി പോകും. ഇവിടെ നിങ്ങൾ ഒരു പശു, ഈ പശു നിങ്ങൾ ഒരു 65 എടുക്കണമെങ്കിൽ അവിടെ പോയാൽ ഒരു 75 കൊടുക്കണം. പക്ഷെ നിങ്ങൾ ത്രൂവ് ഇവിടെ വന്നാൽ മതി, നേരിട്ട് വന്നാൽ നിങ്ങൾ 10,000-15,000 താല്പിച്ചെടുക്കല്ലേ. നിങ്ങൾക്ക് ആ പശു, ഒരു പശുവിന്റെ ഒന്നെടുത്താൽ നിങ്ങൾ ബുദ്ധിമുട്ടാണ്. ഒരു 2-3 എടുക്കുമ്പോൾ നിങ്ങൾക്ക് മിച്ചമാണ്, ഒരുപാട് പൈസ മിച്ചമാണ്. ഒരു 5000-ൽ നിന്ന് 7000 രൂപ മിച്ചം കിട്ടും. 3 പശു എടുത്താൽ 21,000 രൂപ മിച്ചം. ലാഭം കിട്ടും, സ്ഥിരമായിട്ട് ലാഭം കിട്ടും. ഇവിടെ ബൈക്കിൽ കൂടുതലായിട്ടാണ് ഓപ്പൺ ആയിട്ട്. തമിഴ്നാട്ടിലെ ബൈക്കിൽ കൂടുതൽ, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ ജില്ലയിൽ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ അവിടെ നിന്ന് നേരിട്ട് ഇവിടെ വന്ന് എടുത്താൽ നിങ്ങൾ ഒരുപാട് പൈസ മിച്ചം കിട്ടും.
ഓക്കെ, ഈ സ്ഥലത്ത് ഒരുപാട് പേര് ഇതുപോലെ പശുക്കുട്ടിയെ വളർത്തി വലുതാക്കി അപ്പോൾ ഒത്തിരി പേരുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പൊതുവെ വിലക്കുറവുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള പശുക്കളെയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഫീൽഡിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം പൊള്ളാച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പശുക്കൾ നല്ല വിലക്കുറവ് ലഭിക്കുമെന്ന്. പക്ഷേ ഇപ്പോഴും ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിച്ചത്. ഇനി നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡെലിവറി സൗകര്യം എങ്ങനെയാണ്? ചേട്ടാ നേരിട്ട് വരാതെ പറ്റില്ല, നമ്മൾ ഫോൺ മൂലി ഇറക്കുന്നുണ്ട് ബൈക്കിൽ. ഫോണിലെ ആൾക്കാരെ വിളിച്ച് ചേട്ടാ നമ്മൾ വരാം, ഫാമിലേക്ക് വരാം, ഫാമിൽ നിന്ന് പുറത്ത് വരാൻ പറ്റില്ല, ഇവിടെ ഒരുപാട് ബൈക്കിലുണ്ട്, ഞങ്ങൾ കറക്കണ ബുദ്ധിമുട്ടായി പോകും, അതാണ് നിങ്ങൾ പശു കയറ്റി കൊണ്ടുപോകാൻ അങ്ങനെ പറയുന്ന ആൾക്കാരിലുണ്ട്. അപ്പോൾ ഫോൺ വിളിച്ച് ചേട്ടാ നിങ്ങൾ വീഡിയോ കാലിൽ കാണിക്കുക, വീഡിയോ അയച്ചു കൊടുക്കും അങ്ങനെ പറയുന്ന ആൾക്കാരിൽ ഒരുപാടുണ്ട്. ഈ ലാക്ക്ഡൗണിൽ അങ്ങനെ ഞങ്ങൾ ചെയ്തതാണ്. ഈ ലാക്ക്ഡൗണിൽ കൊറോണ ലാക്ക്ഡൗണിൽ ആൾക്കാർ വന്നിട്ടില്ല, നേരിട്ട് വന്നിട്ടില്ല. എല്ലാ വീഡിയോ കോളും എല്ലാ ഫോണിൽ വിളിച്ച് എൻ്റെ അക്കൗണ്ടിൽ ഒരു 5,000 രൂപ അയക്കാം, പശുവിൻ്റെ ഫോട്ടോ എല്ലാം വീഡിയോ അയച്ചു കൊടുക്കും. എല്ലാം അയച്ചിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലത്തിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ആ പശു കറക്കണത്, വെള്ളം കുടിക്കണത്, പശു നടക്കണത് A to Z എല്ലാമേ കാണിച്ചു കൊടുക്കും. കാണിച്ചിട്ട് ചേട്ടനക്ക് ഇഷ്ടപ്പെട്ട മട്ടുന്ന ചേട്ടാ ഇത് ഉറപ്പിക്കണോ ഇല്ല പശുവിൻ്റെ ഉടമസ്ഥൻ്റെ ചോദിക്കണോ അങ്ങനെ പറഞ്ഞിട്ട് വിലയെല്ലാം ബാർഗിൻ പറഞ്ഞിട്ട് വിലയെല്ലാം സെറ്റാക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ചേട്ടാ അവിടെ നിന്ന് കയറ്റാൻ പോകണം, എനിക്ക് ഒരു പകുതി എമൗണ്ട് പശുവിൻ്റെ ഒരു പകുതി എമൗണ്ട് ആയിരിക്കും, ബാലൻസ് അവിടെ എത്തിയിട്ട് കൊടുക്കുക അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കി സെറ്റാക്കി അവിടെ സ്ഥലത്തേക്ക് കയറ്റി ഇറക്കുന്നുണ്ട്. ബാലൻസ് ക്യാഷ് കൊടുക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാർക്കും അറിയാം. നമ്മൾ നല്ല പുതിയതാ നോക്കുന്ന ആൾക്കാരുണ്ട്, പഴയ ആൾക്കാർ എല്ലാവരും നേരിട്ട് വരണമെന്നില്ലല്ലോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരുപാട് പേർക്ക് അറിയാം, ഇദ്ദേഹം ഒത്തിരി വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പശു വാങ്ങിയ ആൾക്കാർക്ക് അറിയാം, നല്ല ക്വാളിറ്റിയുള്ള പശുക്കൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. കറന്ന് നോക്കി നമ്മളിപ്പോൾ പറയാറില്ല അവിടെ കറന്ന് നോക്കി വാങ്ങണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഇവിടെ നേരിട്ട് വന്നില്ലെങ്കിൽ പോലും വീഡിയോ കോളിൽ അവരെല്ലാം അല്ലേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണാം, എത്ര ലിറ്റർ കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയ ശേഷം ആ പശുവിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണെങ്കിലും അവിടേക്ക് പശുവിനെ അയച്ചു തരുന്നതാണ്. ആദ്യം ചെറിയൊരു അഡ്വാൻസ് തുക കൊടുത്താൽ മതി, അത് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് ബാലൻസ് കൊടുത്താൽ ചേട്ടാ നിങ്ങൾ വീഡിയോയിൽ നോക്കുമ്പോൾ ചെറുത് വലുത് അങ്ങനെയല്ല, ഞാൻ തൊട്ടടുത്ത് നിന്ന് കാണിക്കും. ചേട്ടാ ഇതിനുള്ള വലിയ പശു നോക്കിക്കോ, എൻ്റെ ചെസ്റ്റ് ഹൈറ്റ് ഉണ്ട്, എൻ്റെ ഹൈറ്റ് 5.5 ഉണ്ട്, പശു ഇടപെട്ട നീലുണ്ട്, കാമ്പ് നോക്കിക്കോ, ചവിട്ടണത് കൊത്തണത് എതുമില്ല, ബുദ്ധിമുട്ടില്ലാത്ത പശു നോക്കിക്കോ, 4 കാമ്പും പിടിച്ച് കാണിക്കുന്നത്, കാമ്പ് വിലാസം, കാമ്പ് നീളം, പാൽ ഞരമ്പ്, ഇതിൽ കൂടി പശു നടക്കണത്, വെള്ളം കുടിക്കുക എല്ലാമേ കാണിച്ചു കൊടുക്കും. കാണിച്ചിട്ട് തന്നെ നമുക്ക് കയറ്റുന്നത്. നേരിട്ട് വന്നാലും കുഴപ്പമില്ല, അല്ല ഫോൺ മൂലം നമ്മൾ ചെയ്തു എല്ലാ പരിപാടിയും നമ്മൾ ചെയ്തു കൊടുക്കും, എല്ലാ കാര്യം ചെയ്തു കൊടുക്കും. ഇവിടെ വണ്ടിയുടെ കാര്യമുണ്ട്, വണ്ടി ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ചെക്ക് പോസ്റ്റ് ബില്ല് എല്ലാം A to Z എല്ലാമേ നമ്മൾ നോക്കുന്ന പരിപാടി ഇതാണ്. നമ്മുടെ സ്വന്തം വണ്ടിയുണ്ട്, പിന്നെ വാടക ഓടിക്കുന്ന വണ്ടിയുണ്ട്, എല്ലാമേ അല്ല കിലോമീറ്റർ ബേസിൽ നമ്മൾ ഓടിക്കുന്നുണ്ട്. ചെറിയ വണ്ടി 3 പശുക്കാരൻ്റെ ദോസ്തി പിക്കപ്പ് ഉണ്ട്, അതുപോലെ വന്ന് വലിയ പശു കീച്ചറുണ്ട്, ലോറി ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ഇനി ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു പശു എടുത്തിട്ട് പശു എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ? ചേട്ടാ മെയിനായിട്ട് വന്ന് പശുക്ക് ഞാൻ ഇവിടെ പശു എടുക്കുമ്പോഴും ശരി, നിങ്ങൾ നേരിട്ട് വന്ന് എടുക്കുമ്പോഴും ശരി, ഇല്ല ഫോൺ മൂലം ഞങ്ങൾ എടുത്ത് കൊടുത്താലും ശരി, ഇവിടെ വന്ന് A to Z എല്ലാമേ കാണിച്ചു കൊടുക്കും. പശുവിൻ്റെ മുകളിൽ ദേഹത്തിൻ്റെ മുകളിൽ പശുവിൻ്റെ കാമ്പിൽ എല്ലാമേ കാണിച്ചു കൊടുക്കും. പശു മെയിനായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടാ, ഇല്ല നടക്കുമ്പോൾ ഏതെങ്കിലും കാമ്പിലെ ഏതോ കാലിലെ ബുദ്ധിമുട്ടുണ്ടോ, നടക്കുന്നത് ബുദ്ധിമുട്ടുണ്ടോ, ഇല്ല വെള്ളം കൂടി തീറ്റ കൂടി ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എല്ലാം കാണിച്ചു കൊടുക്കും. കാണിച്ചിട്ട് തന്നെ നമ്മൾ വണ്ടി കേട്ടും. സപ്പോസ് അവിടെ പോയിട്ട് ഇപ്പോൾ വന്ന് വെള്ളം കൂടി ഓക്കെ തീറ്റ കൂടി ഓക്കെ, 4 കാമ്പിൽ ഏതെങ്കിലും കാമ്പ് ഫാൾട്ടായ ഞാൻ ചെനയിൽ ഇറക്കി കൊടുത്തു, ചെനയിൽ പ്രസവിച്ചില്ല, ചെനയിൽ അവിടെ ഇറക്കി കൊടുത്തിട്ട് പശു പ്രസവിക്കുമ്പോൾ ഒരു കാമ്പ് ഫാൾട്ടായാൽ നമ്മൾ തിരിച്ചെടുക്കാം. അതിൻ്റെ വന്ന് നിങ്ങൾക്ക് മാറ്റം പശു കൊടുക്കാം. അത് എവിടെ നിന്നാലും മാറ്റം പശു നമ്മൾ കൊടുക്കും. പറഞ്ഞില്ല അത് പാല് വന്ന് നമ്മൾ വയ്ക്കുന്ന തീട്ടായി പുറത്തു, നമ്മൾ കൊടുക്കുന്ന ഫുഡ് പുറത്ത് പാല് ഇൻകം ഇമ്പ്രൂവ് ഉണ്ടാകും. പിന്നെ 20 ലിറ്റർ ഈ പശു പറഞ്ഞു, ഒരു 15 ലിറ്ററിന് കുഴപ്പമില്ല, അത് നമ്മൾ കൊടുത്ത് തീറ്റ അത് മാറ്റം ഉണ്ടാവും. ഇന്നിപ്പോൾ സ്ഥലത്തിന് ഡിഫറൻറ്റ് ഉണ്ടാവും. അതേ ഒരു 10 ലിറ്റർ 2 നേരം കൂടി 10 ലിറ്റർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. അതെ, ഓക്കെ. അപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് ഇദ്ദേഹത്തിന് എടുക്കുന്ന പശുക്കൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കസ്റ്റമറോട് വരുന്നത്. ഞങ്ങളും ഫീഡ്ബാക്ക് അറിഞ്ഞതിന് ശേഷം, നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം, ഫീഡ്ബാക്ക് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീഡിയോ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇദ്ദേഹത്തിന് പശുക്കളെ എടുക്കാം. എന്തായാലും നാട്ടിലെ വില വെച്ച് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ അത് ഒരു പശു എടുത്താൽ പോലും അല്ലേ, ഒന്നിൽ കൂടുതൽ പശു എടുക്കുന്നത് അത്രയും പൈസ ഡിഫറൻസ് മിച്ചം കിട്ടട്ടെ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ വണ്ടി വാടക വളിച്ചെലവ് ആൾക്കാർ നോക്കി ആളുടെ പ്രോഫിറ്റ് ഇല്ല ആരും കൊടുക്കില്ല. കേരളത്തിൽ ആൾക്കാർ എത്ര പ്രോഫിറ്റ് നമ്മൾക്ക് എല്ലാതും. നിങ്ങൾ തമിഴ്നാട് ഓർഡർ കഴിഞ്ഞിട്ട് തമിഴ്നാട് വന്നാൽ നിങ്ങൾക്ക് മിച്ചം താൻ കിട്ടും. ഇപ്പൊ പശു കുറച്ച് വില കമ്മിയാണ്, അപ്പൊ നിങ്ങൾ വന്ന പശുക്കളെ എടുത്തുകൊണ്ട് പോവാം. ഇപ്പൊ ഈ ചൂട് സമയത്തെല്ലാം കുറച്ച് വില താല്പര്യമുണ്ട്, അപ്പൊ നമ്മൾ പശുവിന്റെ ഒരു ന്യായமான വില കൊടുത്ത് മേടിച്ചുകൊണ്ട് പോകും. നമുക്ക് ഇവിടെയുള്ള കുറച്ച് കളക്ഷൻ ഒന്ന് കാണിച്ചു തരുമോ? അത് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പശുക്കൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു തവണ നിങ്ങൾ വന്നാൽ പോലും 100 കൂടുതൽ പശുക്കളാണ് ഇദ്ദേഹം കാണിച്ചു തരുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഫാമിലി നിൽക്കുന്ന പശുക്കളുടെ കുറച്ച് പശുക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇപ്പൊ ഇന്ന് വന്ന ഈ പശു ഇന്ന് നോക്കാനുണ്ട്, ഇന്ന് ഡേറ്റ് ഇന്ന് നോക്കാനുണ്ട്, ഈ പശു നാളെ വന്നാൽ ഉണ്ടാവില്ല. ഇവിടെ
ഇവിടെ സ്ഥിരമായിട്ട് തമിഴ്നാട്ടിൽ കച്ചവടം ആയിക്കൊണ്ടേ இருக்கும் സെയിൽസ് ആയിക്കൊണ്ടേ இருக்கும் പശുക്കൾ വന്നുകൊണ്ടേ இருக்கும் പോയിക്കൊണ്ടേ இருக்கும் அதனால் ഡെയിലി പൈകൾ ഉണ്ടാവും എന്നാൽ മിനിമം ഒരു 50-100 പശുവും കൂടെ നോക്കി അതിൽ ഇഷ്ടപ്പെട്ട പശുക്കൾ എടുക്കാം. ഓക്കെ ചേട്ടാ ഈ പശുവിൻ്റെ HF ക്രോസ് ടൈപ്പ് നല്ല വലിയ പശുവാണ്, നല്ല ഇടപ്പെട്ട നീളമുള്ള പശുവാണ്. ഒരു 2 നേരം കൂടി 20 ലിറ്ററിൻ്റെ മുകളിൽ കിട്ടുന്ന ടൈപ്പാണ്. 2 നേരം കൂടി നല്ല കാമ്പുണ്ട്, നല്ല മടി സെറ്റ് നോക്കിക്കോ, നല്ല കാമ്പ് നീളമുണ്ട്, കാമ്പ് വിലാസമുണ്ട്, നല്ല മടി സെറ്റുണ്ട്, പാൽ നരമ്പുണ്ട്, കാമ്പിലെ മച്ചമുണ്ട്. അങ്ങനെ വലിയ പശുവാണ്. 20 ലിറ്ററിൻ്റെ മുകളിൽ കിട്ടും. നമുക്ക് 20 ലിറ്റർ പറഞ്ഞേ കൊടുക്കാം. പശു നല്ല വലിയ ഹൈറ്റ് ഉണ്ട്, കണ്ടോ എൻ്റെ ചെസ്റ്റ് ഹൈറ്റ് ഉണ്ട്. ചെറിയ ബൈക്കില്ല, വലിയ ബൈക്കാണ്. ഇത് ചെനയാണ്. പ്രസവിക്കാണ് ഒരു 10 ദിവസം പിടിക്കും. കണ്ടോ പ്രസവിക്കാണ് ഒരു 10 ദിവസം പിടിക്കും. ഇത് ഫുള്ളായിട്ട് അകട് വേണം. തോൽ ചുരക്കം കണ്ടോ, തോൽ ഇളക്കമുണ്ട്, ഫുള്ളായിട്ട് അകട് പിടിക്കും. ഒരു 10 to 15 ദിവസം പിടിക്കും. നല്ല പശുവാണ്, നല്ല ബുദ്ധിഗുണമുള്ള പശുവാണ്. നമ്മൾ വലിയ ഫാം ഹൈടെക് ഫാമുകളെ കൊണ്ടുപോയാൽ ഇതുപോലെ പൈകൾ നല്ല സെറ്റാവും. അടുത്ത് നോക്കാൻ പോകുന്നത് വന്ന് പ്രസവിച്ച പശുവാണ്. ഇത് HF ക്രോസ് ടൈപ്പ് താ, കൊമ്പുള്ള പശു താ. ഇത് പ്രസവിച്ച പശുവാണ്. നോക്കിയോ, ഇത് പ്രസവിച്ച പശു കേട്ടാ, കണ്ടോ. വന്ന് കുറച്ച് പ്രായത്തിലുണ്ട് പശു, ഒരു 3-ാം പേർ ടൈപ്പ്. ഇത് നല്ല വലിയ പശുവാണ്, നോക്കണ്ടോ, തൊട്ടടുത്ത് നിൽക്കണം. നമ്മൾ ചെസ്റ്റ് ഹൈറ്റ് ഉണ്ട്, നല്ല വലിയ പശുവാണ്. കുറച്ച് മെലിവിലുണ്ട് പശു. 20 ലിറ്റർ കിട്ടും. നല്ല പ്രസവിക്കാൻ ആയിച്ചേനെ. ഇതാ കണ്ടോ, നല്ല കാമ്പ് വിലാസം, കാമ്പിനില്ല, നല്ല കറുത്ത കാമ്പാണ്, നല്ല പാൽ നനവ്. 3-ാം പേര് ഒരു 20 ലിറ്ററിൻ്റെ മുകളിൽ 25 ലിറ്റർ കിട്ടുന്ന ടൈപ്പാണ്. നമ്മൾ 20 ലിറ്റർ എടുത്തോളാം. നല്ല ഇണക്കുണ്ടല്ലേ? നല്ല ഗുണം, പുത്തി ഗുണമുള്ള സൂപ്പറായിട്ട് ഗുണമാണ്. പെണ്ണുവിളയല്ല, പെണ്ണുങ്ങളെ പിടിച്ച് കിടക്കാം. അതെ, ചവിട്ടണത് കുത്തണത് ഒന്നും ബുദ്ധിമുട്ടില്ലാതെ പശുവാണ്, സാധുവാണ് പശുവാണ്. അടുത്ത് നമ്മൾ ജെർസി നോക്കാൻ പോവാം. ഇത് ജെർസി ടൈപ്പ് ആട്ടാ. ഇത് സെമ്പൂത്ത് മിക്സ്ഡ് ബിസ്ക്കറ്റ് കളർ, ചോക്ലേറ്റ് കളറാണ്. ഇത് വന്ന് ചേന പ്രസവിക്കാനോ ഒരു 10 ദിവസം പിടിക്കാനുള്ള ടൈപ്പാണ്. ഇത് നല്ല വലിയ പശു, ജെർസിയിലെ നല്ല വലിയ പശു, ഇടപ്പെട്ട നീളുണ്ട്. ഒരു 17 ലിറ്റർ കിട്ടുന്ന ടൈപ്പാണ്. ഏன்னா കഴിഞ്ഞ പേരിൽ കിട്ടിയത് നമ്മൾ ചോദിച്ചിട്ട് എടുക്കും. ഏன்னா അക്യൂറേറ്റ് ലിറ്റർ പറയുന്നില്ലേ, നമ്മൾ കഴിഞ്ഞ പേരിൽ എത്ര ലിറ്റർ കിട്ടിയത് അങ്ങനെ ചോദിച്ചിട്ട് എടുക്കും. നല്ല മടിച്ചിട്ട് നല്ല കാമ്പുണ്ട്. അടുത്ത് ജെർസി പ്രസവിച്ച പശു, നല്ല കളറല്ലേ? നല്ല ചോക്ലേറ്റ് കളറാണ്. ഇത് നോക്കിയിട്ടാ, ഇത് പ്രസവിച്ച പശുവാണ്. അതും നല്ല മടിസെറ്റ്, നല്ല കാമ്പ് എല്ലാമേ ഉള്ള ടൈപ്പ് ഇതാ, കണ്ടോ. ഇതും വന്നത് ഒരു ഈ പേരിൽ 2-ാം പേരിൽ ഒരു 17-18 ലിറ്റർ അങ്ങനെ കിട്ടുന്ന ടൈപ്പ് ഇതാ. ഇത് വന്ന് ക്ലൈമറ്റിക്ക് എല്ലാം സെറ്റാണ് പശു. അത് ഈ മലപ്പുറം ലൈനിലെ സെറ്റാണ് പശു. അത് ഇത് പ്രസവിച്ച പശു കേട്ടാ. HF ക്രോസ് ടൈപ്പ്, ക്രോസ് ടൈപ്പ്, നല്ല കാമ്പ് നീളം കണ്ടു നോക്കിയോ, കാമ്പ് നീളം നോക്കിയോ, കാമ്പ് നീളം കാമ്പ് വിലാസം. ഇത് ഒരു 18 to 20 ലിറ്റർ കിട്ടുന്ന ടൈപ്പാണ്. കണ്ടോ പ്രസവിച്ച പശുവാണ്, കണ്ടോ. ഇന്ന് രാവിലെ പ്രസവിച്ചത് മഞ്ഞപ്പാലാണ്, മഞ്ഞപ്പാൽ ഇന്ന് രാവിലെ പ്രസവിച്ചത്. ചേട്ടാ ഇപ്പോൾ വണ്ടി എടുക്കാരൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ഇത് 2 പശു 3 പശു 4 പശു വരെ കയറുന്ന വണ്ടിയാണ്. இதுதான் பிக்கப் வண்டியான, நல்ல கூடுள்ள வண்டியாக. இப்போ மழை காலத்தில் வந்தால் எங்களுக்கு வந்து மழை வராத சமயத்தில் கூடு இப்போ தார்ப்பாயிட்டு முകളിலிட்டு எங்களுக்கு கூடு ஓப்பன் ஆகிட்டு வரும். அது நல்லா பசுக்களுக்கு ஓடிக்கிற வண்டியை சிரமமாயிட்ட, வேறு எதுக்குமே ஒடுக்கில்ல, பசுக்களுக்கு மட்டும்தான் சிரமமாயிட்டு ஓடிக்கிற வண்டியாக. லாங் சேஸ் பிக்கப் வண்டி. ஒரு 4 பசு வரைக்கும் ஏறலாம். ചെറിയ പശു ഉണ്ടെങ്കിൽ 5 പശു കയറും. നമ്മൾ വലിയ പശു ഉണ്ടെങ്കിൽ ഒരു 4 പശു വരെ കയറും. 2, 3, 4 അങ്ങനെ വരയ്ക്ക് ഉള്ള പിക്കപ്പാണിത്. ഇതിൻ്റെ വാടക വന്ന് കിലോമീറ്റർ 20 രൂപ ചോദിക്കും. ഇതിൻ്റെ വാടക വണ്ടിയുടെ ഉടമസ്ഥനാണ് ചോദിക്കുന്നത്. നോർമലായിട്ട് ഒരു 18 to 20 ലിറ്റർ 20 രൂപ കിലോമീറ്റർക്ക് ചോദിക്കുന്ന വണ്ടിയാണ്. ഇതൊക്കെക്കാട്ടിൽ ചെറിയ വണ്ടിയുണ്ട്, വലിയ വണ്ടിയുണ്ട്, ചെറു ദിവസത്തെ പിക്കപ്പ് എല്ലാ വണ്ടിയും ഉണ്ട്. നമ്മൾ പശു മേടിച്ചാൽ വണ്ടിയിലൊക്കെ കയറ്റി ഇത് സേഫ്റ്റി ആയിട്ട് അവിടെ എത്തിനിക്കണം നമ്മൾ പൊറുപ്പാണ്, നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് എത്തിച്ചു കൊടുക്കും. ചേട്ടാ ഇത് നല്ല വലിയ പശു കേട്ടാ, നല്ല വലിയ പശുവാണ്. 30 ലിറ്റർ കിട്ടുന്ന ടൈപ്പാണ്. നല്ല വലിയ അകിട് നോക്കിയോ, നല്ല 2-ാം പേര് പശു, 2-ാം പേര് താ. 30 ലിറ്റർ ഗ്യാരണ്ടിയാണ് കിട്ടുന്ന ടൈപ്പാണ്. കഴിഞ്ഞ പേരിൽ 25 ലിറ്റർ കിട്ടിയ പശു. ഇത് പ്രസവിച്ച പശു, പ്രസവിച്ചത് കുട്ടി പശുകൂട്ടിയാണ്. പശുവിൻ്റെ ഉടമസ്ഥന് 1.30 ചോദിച്ചത്. നമ്മൾ 1 രൂപയുടെ ഉള്ളിൽ അടിച്ച് സംസാരിച്ച് മേടിച്ച് കൊടുക്കാം. മാക്സിമം ഒരു 85-90 സംസാരിച്ച് അതിൻ്റെ ഉള്ളിൽ മേടിച്ച് കൊടുക്കുക. പക്ഷേ 30 ലിറ്റർ കിട്ടുന്ന നല്ല വലിയ പശു. 2-ാം പേരുതാ. പല്ല് 6 പല്ലിതാ ആയിട്ടുണ്ട്. പ്രസവിച്ചിട്ട് 2 ദിവസത്തായിട്ടുള്ള ഇനി നീരും കൂടെ വടിച്ചിട്ടില്ല. അടുത്ത് ഇത് ഈ പശു നോക്കിയാൽ ഇത് വന്ന് 2-ാം പേര്. ഇത് 30 ലിറ്റർ കിട്ടുന്ന ടൈപ്പാണ്. കണ്ടോ, ഇതും പ്രസവിച്ച പശുതാണ്. 30 ലിറ്റർ കിട്ടും പശു. നല്ല വലിയ പശു,
തൊട്ടടുത്ത് നിന്ന് കാണിക്കുന്നുണ്ട്, നോക്കിയോ, നല്ല വലിയ നല്ല ഇടപ്പെട്ട നീളമുള്ള പശു 30 ലിറ്റർ കിട്ടുന്നുണ്ട് ഇപ്പം. ഇതും നമ്മുടെ അടുത്ത് ഒരു 15 തൊട്ട് 20, 25, 30 ലിറ്റർ വരയ്ക്കെല്ലാം നമ്മൾ കേരളത്തിൽ ഒരുപാട് ബൈക്കിലുണ്ട്. നിങ്ങൾ ഫാമിക്ക് ഇതുപോലെ ഹൈടെക് പശു ഇല്ല വലിയ പശു വേണമെങ്കിൽ നമ്മൾ എല്ലാമേ സെറ്റാക്കി കൊടുക്കും. ചേട്ടാ ഈ പശു ജെർസി ഇനി ഒരു 2-3 ദിവസത്തിൽ പശു പ്രസവിക്കും. ഇതും 20 ലിറ്റർ കിട്ടും. ജെർസിയിൽ 20 ലിറ്റർ കിട്ടും. ഇതിനി മാക്സിമം 2-3 ദിവസത്തിൽ പ്രസവിക്കും. നല്ല അകടായി ഫുൾ ലോഡായി. ഇതും ഒരു 20-22 ലിറ്റർ കിട്ടേണ്ട ഇപ്പം. ഇത് കഴിഞ്ഞ പേരിൽ 20 ലിറ്റർ കിട്ടിയത് നമ്മൾ കഴിഞ്ഞ പേരിൽ എത്ര കിട്ടിയോ അതേ കൊണ്ടുപോവാം ഈ പശു. ഇത് വന്ന് ഇപ്പോൾ പ്രസവിച്ച പശുവാണ്. ഇത് പ്രസവിച്ച പശുവാണ്. 20 ലിറ്റർ കിട്ടും. നല്ല അകട് നോക്കിയോ, നല്ല അകട്, നല്ല മടി സെറ്റ്, നല്ല കാമ്പ്, നല്ല നോക്കി കാമ്പ്. 2ാം പേര് தான் പശു. 2ാം പേര് தான். നല്ല മടി സെറ്റ് ഉണ്ട്. പശു വന്ന് വെളുപ്പത്തുള്ള ചെറുത്, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഇടപ്പെട്ട നീളുണ്ട്. കുറച്ച് ചെറിയ പശു தான். ஆனால் 20 ലിറ്ററിൻ്റെ മുകളിൽ കിട്ടും. 2ാം പേര്. ഇതുപോലെ ഒരുപാട് ബൈക്കിലുണ്ട്. നമ്മൾ എല്ലാമേ നോക്കി സെറ്റാക്കി നിങ്ങൾ ഫാമുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ബൈക്കിലുണ്ട്. നമ്മൾ കേരളത്തിൽ നമ്മുടെ അടുത്ത് ഒരുപാട് ബൈക്കിലുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് നിങ്ങൾ ഫാമിക്ക് 5 പശുവോ 10 പശുവോ 20 പശു 100 പശു ചോദിച്ചാലും നമ്മൾ സെറ്റാക്കി കൊടുക്കും. മാക്സിമം എത്ര പശു വന്നാലും സെറ്റാക്കി കൊടുക്കും. കറവണ് ചോദിച്ചാൽ 15 തൊട്ട് 20, 25, 30 ലിറ്റർ വരയ്ക്ക് നമ്മുടെ അടുത്ത് കറവ ചേന ബൈക്കിലെല്ലാം ഉണ്ട്. എല്ലാം വന്ന് നോക്കി നിങ്ങൾ ഒരു ദിവസം നമ്മുടെ അടുത്ത് ഫാമിൽ റൂമുണ്ട്, സ്ഥലമുണ്ട്, വന്ന് ഇരുന്ന് ഒരുപാട് കുടികളിൽ തിരിഞ്ഞ് കിറങ്ങി നോക്കി നമ്മൾ പറ്റിയ പശു എടുത്തുകൊണ്ട് പോവാം. എല്ലാമേ വന്ന് നമ്മൾ ചന്ത ബൈക്കിലോ ഇല്ല ഫാമിൻ്റെ ബൈക്കിലോ അല്ല, എല്ലാം കൃഷിയിൽ നിന്ന് കൊണ്ടുവന്ന ബൈക്കിൽ എല്ലാമേ. നിങ്ങൾ ക്ലൈമറ്റുക്കും നിങ്ങൾ കാലാവസ്ഥയ്ക്കും എല്ലാം സെറ്റാണ് പശുക്കൾ എല്ലാമേ.